ഹലോ മുത്തുമണീസ്, ഇന്നത്തെ പ്രഭാതമാണ് കേട്ടോ. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഇന്നലെ നമ്മൾ മണ്ണാർക്കാട് പോയതായിരുന്നു. മണ്ണാർക്കാട് പോയ വിശേഷങ്ങളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇടാം കേട്ടോ. ഞാനത് ഇടാനൊരു ടൈം കിട്ടിയിട്ടില്ല. ഇന്നും കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ നമ്മൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ പുലർച്ചെ പെയ്ത മഴ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അന്തരീക്ഷം അതിൻ്റേതായ രീതിയിൽ തന്നെ ഇരുണ്ട രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുല്ലുകളും കായ്കളും അതുപോലെ തന്നെ പൂക്കളിലും എല്ലാം മഴവെള്ളം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. കൂട്ടിൽ കിടന്ന് നമ്മുടെ സുശീലയും സുധാകരനും ഭയങ്കരമായിട്ട് ബഹളം കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നെ കണ്ടപ്പോൾ ഇവരുടെ സൗണ്ടും കൂടെ കേട്ടപ്പോൾ ജാനി പതുക്കെ പതുക്കെ എണീറ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവളൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് വാലാട്ടിയിട്ട് കുറച്ച് നേരം അവളോട് സംസാരിക്കുമ്പോഴത്തേക്ക് ശബ്ദം കേട്ട് നമ്മുടെ ബെല്ലായും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് പേരോടും ഒരു 5 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ബാക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫബി അവിടെ എന്തുണ്ടാക്കണമെന്ന് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അവിടെ നല്ല എന്താ പറയുക ഓട്ടയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂടെ കഴിക്കാനായിട്ട് മുട്ട റോസ്റ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെയാണ് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്ന് ചിക്കൻ കറിയുടെ മണം വരുന്നുണ്ട് കേട്ടോ. പുറത്തടുപ്പിൽ ചിക്കൻ കറിയും കൂടെ വേവുന്നുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പുള്ളിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഓണത്തിൻ്റെ തിരക്ക് നന്നായിട്ടുണ്ട് ഷോപ്പിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി വേഗം ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ബാക്കിൽ ഡോറൊക്കെ തുറന്നിട്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ചാറ്റൽ മഴയും മണ്ണാർക്കണ്ണൻ്റെ കളികളൊക്കെ കണ്ടിട്ടോ. നമ്മളുടെ നേരത്തെ ബാക്ക് സൈഡ് ഫുള്ളായിട്ട് റബ്ബറായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ അതെല്ലാം വെട്ടി ഇപ്പോൾ അവിടെ പൈനാപ്പിളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ തോട്ടത്തിലെ വിശേഷങ്ങളും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ എന്തായാലും ഒന്ന് കൂടിക്കുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.